12 വർഷം വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ, തൻ്റെ മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തവൾ, 12 വർഷം യേശു കർത്താവ് വരുന്നെന്നറിഞ്ഞപ്പോൾ അവൾ ഇറങ്ങി. മോശയ്ക്ക് ന്യായപ്രമാണമനുസരിച്ച് പുറത്തിറങ്ങാൻ കഴിയില്ല, ഇറങ്ങിയാൽ കല്ലെറിഞ്ഞു കൊല്ലണം. പക്ഷേ അവൾ തീരുമാനിച്ചിന്ന് യേശുവിനെ ഞാൻ തൊടും, എന്തു വന്നാലും. ഈ കൺവെൻഷൻ്റെ 4-ാം രാത്രിയിൽ പ്രസംഗികനെ കാണാനോ പ്രസംഗിക്കും മാർക്കിടാനോ അല്ല, യേശുവിനെ തൊടാൻ എത്ര പേർ വന്നിട്ടുണ്ട് ഇവിടെ? കർത്താവിനെ തൊടാൻ എത്ര പേർ വന്നിട്ടുണ്ട്? അവൾ പുരുഷാരത്തെ വകഞ്ഞു മാറ്റി യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. ഇടിമിന്നൽ കണക്ക് അവൾക്ക് ദൈവശക്തി വ്യാപരിച്ചു. സ്പർശന മാത്രയിൽ ഒരശുദ്ധ വിശുദ്ധയായി, ഒരു രോഗിണി പരിപൂർണ സൗഖ്യമുള്ളവളായി തീർന്നു. യേശുവിനെ തൊട്ടാൽ വിടുതല, യേശുവിനെ തൊട്ടാൽ സൗഖ്യമാ, യേശുവിനെ തൊട്ടാൽ ജീവനാ. ഹല്ലേലൂയ. തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയുമായവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഇന്ന് രാത്രിയിൽ ഈ പന്തലൂടെ ഉലാവുന്നുണ്ട്. ഈ രാത്രി നീ വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി അവനെ തൊട്ടാൽ നിന്റെ അടുത്തിരിക്കുന്ന സഹോദരി അറിയത്തില്ല, നിന്റെ മേൽ ശക്തി വ്യാപരിക്കും. നീ അവനെ തൊട്ടാൽ നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ അറിയത്തില്ല, നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കും. എത്ര പേർക്ക് കരമടിച്ചാൽ അതി പങ്കടിയും? ഈ രാത്രി അടുത്തിരിക്കുന്നവൻ അറിയില്ല, നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കും. ഓടോ റൊഗോനി ഹംതുനിയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്, ശക്തിയുടെ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചാട് ഈ രാത്രി യേശുവിനെ തൊടുക, യേശുവിനെ തൊടുക. കർത്താവിൻ്റെ ശക്തി മേൽ വ്യാപരിക്കട്ടെ. 12 വർഷത്തെ രക്തസ്രാവക്കാരിയെ കർത്താവ് സൗഖ്യമാക്കുവാൻ 12 വർഷമെടുത്തില്ല, 12 മണിക്കൂർ എടുത്തില്ല, 12 മിനിറ്റ് എടുത്തില്ല, 12 സെക്കൻഡ് എടുത്തില്ല. സ്തോത്രം. അതുപോലെ 18 വർഷത്തെ കൂനിയായ സ്ത്രീ, 18 വർഷം. വൈദ്യന്മാർ പറയും നട്ടെല്ല് കുനിഞ്ഞതാ, അല്ലേ ചാ? നട്ടെല്ല് കുനിഞ്ഞതാ. പക്ഷേ കൂനിയായവൾ വന്നപ്പോൾ കർത്താവളെ നോക്കിയിട്ട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. രോഗമുണ്ട്, രോഗബന്ധനമുണ്ട്. രോഗം മരുന്ന് കൊണ്ട് മാറും, രോഗബന്ധനം യേശുവിൻ്റെ നാമത്തിൽ അഴിയും. പോരാ, ശക്തി പോരാ നമ്മുടെ സ്തോത്രത്തിന്. വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രാത്രി. രോഗം മരുന്ന് കൊണ്ട് മാറിയെന്ന് വരാം, എന്നാൽ രോഗബന്ധനം യേശുവിൻ്റെ നാമത്തിൽ അഴിയും. കൈയടിച്ചോ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനം അഴിയട്ടെ, രോഗബന്ധനം അഴിയട്ടെ. ഓ റിയാന സഥൂനിയ ഉഡോറു ഭൂഡമ ശഥുനിയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? സ്തോത്രം. ഈ 116-ാം സംഖ്യയിലെ വാക്യമുണ്ട്, ഞാൻ പലയിടത്തും പറയും, നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. കേരളത്തിലെ യൂണിയൻ കൺവെൻഷന് ഞാൻ വെല്ലുവിളിച്ച് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു സ്തോത്രം പറയാമോ എന്ന്. പലർക്ക് സ്തോത്രം പറയണമെന്നുണ്ട്, പക്ഷേ നാവിന്ന് ചാടില്ല. പലർക്കും കൈയടിക്കണമെന്നുണ്ട്, കഴിയാറില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, പ്രൈസ് ലോർഡ്, ബന്ധനം അഴിയപ്പെട്ടവനെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തുള്ളൂ. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, രോഗത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, പൈശാചി ബന്ധനത്തിൽ നിന്ന്, പൗരോഹിത്യ ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച ദൈവജനം ഒരിക്കൽ കൂടെ ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. 18 വർഷം. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ വായിച്ചതിൽ കൂരാം. ദൈവത്തിൻ്റെ ദാസനായ യാക്കോബ് 20 വർഷം ലാബാൻ്റെ വീട്ടിൽ പോയി. ലാബാൻ അവൻ്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി. അവസാനം തമ്പുരാൻ പറഞ്ഞു, നിൻ്റെ വീട്ടിൽ പോടാ കൊച്ചനെന്ന്. 20-ാമത്തെ വർഷം യാക്കോബ് തൻ്റെ ഭാര്യയും പിള്ളാരെയും പിടിച്ച് വീട്ടിലോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ലാബാൻ പുറകാലെ വന്നു. ആ രാത്രിയിൽ യാക്കോബിൻ്റെ ഭയമായവൻ ലാബാൻ്റെ മുമ്പിൽ ഇറങ്ങി നിന്നു. തമ്പുരാൻ പറഞ്ഞു, തൊട്ടുപോകരുതെന്ന്, തൊട്ടുപോകരുതെന്ന്. ലാബാൻ യാക്കോബിനോട് പറയുന്നൊരു പദമുണ്ട്, നിന്നോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, പക്ഷെ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. 20 വർഷം തൻ്റെ വീട്ടിലൊരു പൊട്ടനെ പോലെ കിടന്ന യാക്കോബ്, മന്ദബുദ്ധിയെപ്പോലെ കഴിഞ്ഞവൻ. ലാബാൻ വിചാരിച്ച് ഇവനൊരു പൊട്ടനാ, ഇവനൊരു മന്ദബുദ്ധിയാ, ഇവനെ കളിപ്പിക്കാൻ കൊള്ളാം. പക്ഷേ അന്ന് രാത്രിയിൽ തമ്പുരാൻ ഇറങ്ങി വന്നപ്പോൾ ലാബാൻ ഒരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ 20 വർഷം എൻ്റെ വീട്ടിൽ പൊട്ടനെ പോലെ കഴിഞ്ഞ, മന്ദബുദ്ധിയെപ്പോലെ കഴിഞ്ഞ യാക്കോബ്, ഈ എബ്രായൻ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. അവൻ്റെ ദൈവവും എൻ്റെ ദൈവത്തെ പോലെയല്ല.
അവൻ്റെ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ്. അവൻ്റെ ദൈവം ഇടപെടുന്ന ദൈവമാണ്. അവൻ്റെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. വെറുതെ ഞാൻ പ്രസംഗിക്കുകയല്ല, പ്രവചിക്കുക. ഈ ഗ്രൗണ്ടിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട്, കരയുന്ന നിന്നോട് ഞാൻ ദൂത് പറയുക. നിന്നെ പലരും കളിപ്പിക്കുന്നുണ്ട്. പലരും ചിന്തിക്കുന്നു നീ ഒരു പൊട്ടനാന്നാ, ദൈവത്തിന് ദാസ നീ ഒരു മന്ദബുദ്ധിയാണെന്നാ, കനിപ്പിക്കാൻ കൊള്ളാവുന്ന. പലരും നിന്നെക്കുറിച്ച് ചിന്തിച്ചേക്കുന്ന നീ ഒരു വെറും പൊട്ടനാണെന്നാ. എന്നാൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞാൻ പറയുന്നു, നീ ആരാണെന്ന് ദൈവം തെളിയിക്കും. നീ സേവിക്കുന്ന ദൈവം ആരും തെളിയിക്കും. കൊട്ടാരക്കരയിൽ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണുനീർ ദൈവം മറുപടി തരും. എൻ്റെ ദൈവം ഇറങ്ങി വരും. ശക്തിയോടെ കരം അടിച്ചോണ്ട് പറ, എൻ്റെ ദൈവം ഇറങ്ങി വരും. ഞാൻ ആരും ദൈവം തെളിയിക്കും. ശക്തിയോടെ വാ തുറക്കെ, ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. ഞാൻ സേവിക്കും ദൈവം ആരും ദൈവം തെളിയിക്കും. പോരാ, അല്പസമയം ശക്തിയോടെ കരം പിടിച്ച് ആരാധിച്ചാട്ടെ. അല്പകാലത്തേക്ക് നീ പലരുടെയും മുമ്പിൽ ഒരു പൊട്ടനും മന്ദബുദ്ധിയൊക്കെ ആയിരിക്കാം. പക്ഷെ നീ ആരാണെന്നോ, നീ സേവിക്കുന്ന ദൈവം ആരെന്നും ഒരിക്കൽ ദൈവം തെളിയിക്കും. കൈയൊന്ന് ഉയർത്തിയാടി സ്തോത്രം പറഞ്ഞേ ശക്തിയോടെ. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ, ഒറ്റയ്ക്ക് നിന്നവൻ, മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞവൻ, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുഖത്ത് നോക്കി സർപ്പസന്തതിയിൽ നിന്ന് സിംഹതുല്യം ഗർജിച്ചവൻ, യേശുവിനെ സ്നാനപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയവൻ, സ്വർഗം തുറക്കുന്നത് കണ്ടവൻ, ഇവൻ എൻ്റെ പ്രിയപുത്രനുള്ള ശബ്ദം കേട്ടവൻ, ഇപ്പം ചോദിക്കുക വരാനുള്ളവൻ നീ തന്നെയാണോ? വിടറിപ്പോയി. അതിന് കാരണം എന്നാണെന്നറിയാമോ? യോഹന്നാൻ പ്രതീക്ഷിച്ചത്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, ഒരത്ഭുത വിടുതല. കാരാഗ്രഹം തകർത്ത് യോഹന്നാനെ പുറത്തു കൊണ്ടുവരുമെന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അതല്ലായിരുന്നു. യോഹന്നാൻ രക്തസാക്ഷിയാകണമെന്നായിരുന്നു. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത്, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുമ്പോൾ, ചോദിക്കുന്നതൊക്കെ കിട്ടുമ്പോൾ, പ്രാർത്ഥിക്കുന്നതൊക്കെ ലഭിക്കുമ്പോൾ, ദൈവം നല്ലവനെന്ന് പാടാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ പ്രതീക്ഷിക്കാത്ത സംഭവിക്കുമ്പോഴും, ആഗ്രഹിക്കാത്ത നടക്കുമ്പോഴും, ചോദിക്കുന്ന ഫലം കിട്ടാതെ വരുമ്പോഴും, എൻ്റെ കർത്താവ് നല്ലവനെന്ന് പാടാൻ കൃപ കിട്ടിയവനാ ഭക്തൻ. സ്തോത്രം, 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 സ്തോത്രം. ഈ ദാവീദിനെ കാട്ടിൽ വിട്ടത് അവിടെ വച്ച് ഒതുക്കിക്കളയാനാണ്. പക്ഷെ ദാവീദ് അത് ഒടുങ്ങിയില്ല. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി, അഭിഷക്തനെ കാട്ടിൽ വിട്ടാൽ അവൻ പാട്ടും പാടി തിരികെ വരുമെന്ന്. ദാവീദ് കാട്ടിൽ പോയി പാടാൻ തുടങ്ങി. എന്താ പാടിയത്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കാട്ടിൽ പോകേണ്ടി വന്നാലും എൻ്റെ കർത്താവ് നല്ലവനെന്ന് പാടാൻ കൃപ കിട്ടിയവനാണ് ഭക്തൻ. സ്തോത്രം. സത്യത്തിൽ ഈ ദാവീദ് കാട്ടിൽ പോയത് എത്ര നന്നായി. എല്ലാ ഞായറാഴ്ചയും ട്രഷറി ഓഫ് ഡേവിഡ്, ദാവീദിൻ്റെ കലവറയെന്ന് എടുത്തങ്ങ് വിളമ്പുമല്ലേ. അന്നൊരു ദാവീദ് കാട്ടിൽ പോയി നന്നായി. കാട്ടിപ്പോകുന്നവന് പാട്ടുണ്ട്, കാട്ടിപ്പോകുന്നവനെ പാട്ടുള്ളൂ. ദാവീദ് പറഞ്ഞു, അവൻ യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ ബില്ലുകളെയും അഭ്യസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദാവീദിന് സൈനിയാഭ്യാസം കിട്ടിയത് ശൗലിൻ്റെ സൈനിക കോളേജിൽ നിന്നല്ല. സ്തോത്രം, സ്വർഗത്തിലെ സൈനിക കോളേജിൽ നിന്നാണ്. ഈ നാട്ടിൽ നിന്ന് രാജാവാകുന്നവരുമുണ്ട്, കാട്ടിൽ നിന്ന് രാജാവാകുന്നവരുമുണ്ട്. അവൻ്റെ ശബ്ദം കേട്ടാൽ അറിയാം, അവൻ്റെ സ്തോത്രം കേട്ടാൽ അറിയാം. ദാവീദ് നാട്ടിൽ നിന്ന് രാജാവായവനല്ല, കാട്ടിൽ നിന്ന് രാജാവായവനാ. ഈ ദാവീദ് കാട്ടിൽ ചെന്നപ്പോൾ ആരോട് സംസാരിക്കാനാ? മൃഗം, ആടിനോട് എന്താ പറയാനാ? അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവന് തോന്നി, ഈ ആടിനോട് മിണ്ടാനൊക്കെ ഇല്ല, ദൈവത്തോട് മിണ്ടാം. ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പം ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ദൈവം അവനിലൂടെ ദേശത്തോട് സംസാരിക്കാൻ തുടങ്ങി. കൂടുതൽ ഏകാന്തത അനുഭവിച്ചവനെ കൊണ്ട് അനേകരുടെ ഏകാന്തത മാറുന്ന പാട്ട് ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി ഇവിടുന്ന് ചെറുപ്പക്കാരോട്, കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ, മോനെ,
നിന്റെ ഏകാന്തതകൾ ദൈവത്തിന് കൊടുത്താൽ ദൈവം ആദ്യം നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. പിന്നെ നിന്നിലൂടെ ദൈവം ദേശത്തോട് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾ കൈ ഉയർത്തിയ സ്തോത്രം കേട്ടില്ല? അതുകൊണ്ട് തീർന്നില്ല. ഈ ഇസ്രായേലിൽ ഒരു രാജാവിനെ ആവശ്യമായി വന്നപ്പോൾ ആരാണ് ദാവീദിനെ റെക്കമെൻഡ് ചെയ്തത്? ശൗലല്ല, ശൗവേലുമല്ല. ശൗവേലിൻ്റെ ലോങ് ലിസ്റ്റിലും അവനില്ലായിരുന്നു, ഷോർട്ട് ലിസ്റ്റിലും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ്റെ. പക്ഷെ തമ്പുരാൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ദൈവദാസന്മാരോട് പറയാം, ദൈവജനത്തോട് പറയാം, ആരെല്ലാം എവിടുന്നെല്ലാം നിന്റെ പേര് വെട്ടിയാലും തമ്പുരാന്റെ ലിസ്റ്റിൽ നീ ഉണ്ടെങ്കിൽ നീ എത്തേണ്ടതെത്തിയിരിക്കും. കൈയടിച്ചോ, ശക്തിയോടെ ദൈവത്തെ സ്തോത്രം പറഞ്ഞു. നിന്നെ ദൈവം എത്തിക്കേണ്ടത് എത്തിച്ചിരിക്കും. ഏതെല്ലാം ലിസ്റ്റിൽ നിന്ന് ആരൊക്കെ നിന്നെ ടിക്കിട്ടാലും വെട്ടിട്ടാലും തമ്പുരാൻ ടിക്കിട്ടാൽ നീ നിൽക്കേണ്ടത് നിന്നിരിക്കും. ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറയാ. ദാവീദിനെ റെക്കമെൻഡ് ചെയ്തത് ശൗലല്ല, സ്വർഗത്തിലെ ദൈവമാ. ഞാൻ എവിടെയോ പ്രസംഗിച്ചും പറഞ്ഞു, കുഞ്ഞെ, നിന്റെ ഏകാന്ത ദൈവത്തിന് കൊടുത്താൽ നിന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലെങ്കിലും തമ്പുരാൻ നിന്നെ നിന്റെ തലമുറയും റെക്കമെൻഡ് ചെയ്യും. രാജാവാക്കാൻ കൊള്ളാകുന്നവൻ ഒരുത്തൻ കാട്ടിക്കിടക്കുന്നുണ്ടെന്ന് പറയും. നീ എവിടെ കിടന്നാലും ദൈവം നിന്നെ പെറുക്കിയെടുക്കും, പൊക്കിയെടുക്കും, എത്തിക്കും. ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറയാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നതേ, ഈ കാട്ടിപ്പോകുന്നവന് പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ ശക്തി വലുതാണ്. നമ്മളൊക്കെ ഒത്തിരി ഒത്തിരി പാട്ടുകൾ പാടും. ഇവിടെ ഈ നല്ല പാട്ടുകൾ നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യാശ ഗാനം കേട്ടത് എനിക്ക് സന്തോഷമുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക. ഞാൻ ഇവിടുന്ന് അതിലേക്ക് ഞാൻ വരാൻ പോകുന്ന നിത്യതയെക്കുറിച്ച് എൻ്റെ പ്രസംഗമല്ലാതെ അച്ചായന്മാർക്കറിയാം, തീർക്കുന്ന അവിടെ കൊണ്ടാണ് നിർത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്ന് നമ്മുടെ ലക്ഷ്യമതാണ് എന്നൊരു പാട്ട് ഓർമ്മയുണ്ട്, പാടി. എത്ര ലക്ഷമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്? എത്ര ലക്ഷ്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചേർന്ന് പാടി യൂട്യൂബിൽ വന്നതാണ്. അവിടെ തൊട്ട് നമ്മുടെ പോക്ക്, നമ്മുടെ ബസ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അവൾ ഞാൻ പക്ഷേ പറയാറുണ്ട്, ഒരു കാലഘട്ടത്തിൽ ചില ഗാനങ്ങൾ ഇറങ്ങും, നമ്മൾ ആ കാലഘട്ടത്തിൽ ആ പാട്ട് പാടും. കുറേ കാലം കഴിയുമ്പോൾ ആ പാട്ട് മറക്കും. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭക്തന്മാർ കോറിയിട്ടിട്ട് പോയ പാട്ടുകളുണ്ട്, അതിൻ്റെ പുതുമ പോകുന്നില്ല. നിങ്ങൾക്കറിയാമോ, 1.5 മണിക്കൂറത്തെ ഒരു പ്രസംഗത്തെക്കാൾ ചില പാട്ടിൻ്റെ 2 അടികൾ നിങ്ങളെ ശക്തീകരിക്കും. ചില ഒരു മുറിവാക്യം മതി, ഇല്ലയോ ദൈവദാസന്മാരെ? ചങ്കിന് വലിയ കല്ലെടുത്ത് വെച്ച പോലെ ഭാരപ്പെട്ട് നീ ഒരു സ്കൂട്ടറിൽ എൻ്റെ ദൈവമേ എങ്ങനെയാണെന്നും പറഞ്ഞ് പോകുമ്പോഴായിരിക്കും പെട്ടെന്നൊരു പാട്ടിൻ്റെ അടി ദൈവം തരുന്നത്, അല്ലൊരു വാക്യം തരുന്നത്, അല്ലേ? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ബസ്സിൽ യാത്ര ചെയ്ത ആളാണ്. ബസ്സിൽ യാത്ര ചെയ്ത് ഛർദ്ദിച്ച് ഇടപാട് തീർന്ന പ്രസംഗിക്കാൻ ചെല്ലുന്നത്. ഇവിടുത്തെ പല പാഴ്സേജ് വന്ന് കിടക്കേണ്ടി വന്നിട്ടുണ്ട്, തിരിച്ച് രാത്രി ബസ് കിട്ടാതെ. അപ്പോൾ ഞാനൊരിക്കൽ മൂവാറ്റുപുഴയ്ക്ക് പോവുകയാണ്. ആ മൂവാറ്റുപുഴയ്ക്ക് പോകുന്നത് ആദ്യം ചെങ്ങന്നൂർ ഇറങ്ങി, പിന്നെ കോട്ടയത്ത് ഇറങ്ങി, പിന്നെ ഒരു ബസ്സിൽ കയറി. അപ്പോൾ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് പോലും മാറാനൊക്കത്തില്ല, ഇങ്ങനെ തൂക്കി പിടിച്ച് വേണം, ബൈബിളും കൈ വെച്ചുകൊണ്ട് വേണം പോകാൻ. ബാഗ് ഒക്കെ ഉണ്ട്, എങ്ങനെ ആടി പോലെയാ. ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരിക, എനിക്ക് ഭയം, എനിക്ക് പേടി, എനിക്ക് ഭീതി, എനിക്ക് വലിയ മനസ്സിൻ്റെ ഭാരം. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ബസ് എവിടെയോ നിന്നു, മൂവാറ്റുപുഴയ്ക്കോട്ട് പോകുന്ന വഴിയാണ്. അപ്പം തമ്പുരാനോട് പറഞ്ഞു, മോനെ പുറത്തോട്ട് നോക്കാൻ പറഞ്ഞു. പുറത്തോട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ എന്തോ ഭാരപ്പെട്ടിരിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, അങ്ങോട്ട് നോക്ക്. അവിടുത്തെ കത്തോലിക്ക പള്ളിയുടെ മതിലിൽ മുഴുവൻ വാക്യം എഴുതി വെച്ചിരിക്കുക. സാറേ, എൻ്റെ കണ്ണുടക്കിയത് ഒരു വാക്യത്തിൽ. ആ വാക്യം ഇതായിരുന്നു: പെറ്റ തള്ളവൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൻ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. എത്രയോ തവണ വായിച്ചിരിക്കുന്നു, പക്ഷേ ആ ഓടുന്ന വാസിനകത്തുനിന്ന് ഈ വാക്യം എൻ്റെ കണ്ണിലുടക്കിയപ്പോൾ എൻ്റെ സകല ഭാരവും മറന്നു. പെറ്റതള്ള മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട്. ഒന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ ദൈവമക്കളോട് പറയാം, അന്യഭാഷയുടെ അകമ്പടിയിൽ പറയുന്ന ദൂത് മാത്രമല്ല ദൂത്. എന്നോട് പറയാൻ കർത്താവ് പറയുക, നീ ഭാരപ്പെട്ട് സഭായോഗത്തിന് ചെല്ലുമ്പോഴേ അവിടെ പാടുന്ന പാട്ടിനകത്ത് നിനക്കുള്ള സന്ദേശം നീ മടങ്ങിയിരിക്കും. നിന്റെ ദൈവദാസൻ എഴുന്നേറ്റ് നിന്ന് വായിക്കുന്ന സങ്കീർത്തനകത്തിനകത്ത് നിനക്ക് പറയാനുള്ള സന്ദേശം ദൈവം അടക്കിയിരിക്കും. ഒരു ദൈവദാസി, ഒരു പാവപ്പെട്ട സഹോദരൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനാ വാചകത്തിൽ നിനക്കുള്ള ദൂത് ദൈവം ഏൽപ്പിച്ചിരിക്കും. വഴിയിലൂടെ പോയി ഒരു ദൈവദാസൻ അതിഥിയായി വന്ന് കയറിയതാ. ആ രാത്രി പകൽ പ്രസംഗിക്കുന്ന ദൂതിൽ, ആ പ്രസംഗത്തിൽ നിനക്കുള്ള ദൂത് അറിഞ്ഞിരിക്കും. ദൈവശബ്ദം കേൾക്കാനുള്ള മനസ്സ് നിനക്കുണ്ടോ? കാത് നിനക്കുണ്ടോ? ഏത് മൂമെന്റിലും നിന്നോട് സംസാരിപ്പാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ പാട്ടുകൾക്കൊന്നും ആയുസില്ല. എന്നാൽ പാലങ്ങൾക്ക് മുമ്പ് ഭക്തന്മാർ കോറിയിട്ട പാട്ടുകളുണ്ട്. കട്ടനട്ടമേറി വന്നാൽ പാടിയേ,
ഭാഗ്യവാനായി കഷ്ടനഷ്ടം തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. അപ്പോൾ എത്ര കാലങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ട് പോയതാ. ഇതെഴുതിയത് കൊച്ചുകുഞ്ഞേസിയാ. 8 കുഞ്ഞുങ്ങളെ കിട്ടി, 6 മരിച്ച് 7-മത്തതും മരിക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ വന്ന് പറഞ്ഞു കൂടുതൽ ഭക്തിക്ക് പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുത്തതാണ്. ദോഷമായിട്ടെന്നോടൊന്നും ദോഷമായി എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എത്ര ആയിരങ്ങളുടെ കണ്ണുനീര് ഒപ്പി അല്ലേ ഈ പാട്ട്. എത്ര ആയിരങ്ങൾ ഇത് കരയിപ്പിക്കുന്നു. ഞാൻ കൂടെ കൂടെ പറയും, ഒരു അഭിഷക്തൻ ശ്രദ്ധിച്ചു കേൾക്കണം. പ്രസംഗിപ്പാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദൂത് നിൻ്റെ ഹൃദയത്തെ കണ്ണിനെ നനയ്ക്കുന്നെങ്കിൽ ഓർത്തോണം, എപ്പോഴോ ദൈവഭൃത്യൻ തീക്കകത്തിറങ്ങി, ചൂളയിലിറങ്ങി, കൂടെ കർത്താവും ഇറങ്ങി. കർത്താവ് ആ ദൈവഭൃത്യനെ ചേർത്ത് നിർത്തി തന്നെ ആശ്വസിപ്പിച്ച ദൂത് നിനക്ക് കൈമാറുമ്പോൾ നിന്റെ ഹൃദയവും കണ്ണും നിറയും. കൈ ഉയർത്തി വാതുറന്ന് ശക്തിയോട് സ്തോത്രം പറഞ്ഞു. A sermon born in head, that richly head. A sermon born in heart, that richly heart. A sermon born in spirit, that richly spirit. തലച്ചോറിൽ ഉടലെടുക്കുന്ന പ്രസംഗങ്ങൾ തലച്ചോറിനെ സ്പർശിക്കും. ഹൃദയത്തിൽ ഉടലെടുക്കുന്നത് ഹൃദയത്തെ തൊടും. ആത്മാവിൽ ഉടലെടുക്കുന്നത് ആത്മാവിനെ സ്പർശിക്കും. ദൈവത്തിൻ്റെ അഭിഷക്ത, നിന്നെ എപ്പോഴെങ്കിലും ദൈവം തീക്കകത്തിറക്കിയിട്ടുണ്ടോ? മറ്റാർക്കും ലഭിക്കാത്ത ദൂത് നിനക്ക് തരാൻ വേണ്ടിയാ. സ്തോത്രം. ഞാൻ എൻ്റെ ചർച്ചിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ദൈവം ചില പാട്ടുകൾ എനിക്ക് തരും. ഞാൻ ഈ പാട്ട് പാടാൻ അറിയില്ല, പാട്ട് പറയാനേ അറിയൂ. ഒരിക്കൽ ഞാൻ കഠിനമായ മാനസിക പീഡയിലൂടെ കടന്നുപോയി. പലയിടത്തും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, എൻ്റെ സഭയിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ ഓട്ടത്തിനിടയിൽ ഒരു വർഷം 365 ദിവസമുണ്ട്. 265 ദിവസവും ഞാൻ വീട്ടിലില്ലെന്ന് നിങ്ങൾക്കറിയാം. അതിനിടെ 3 ചർച്ചുകൾ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ സ്ഥാപിച്ചു. ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി. എനിക്കാരും സഭ ഒന്നുമല്ല, സ്വന്തമായി കടന്ന് അധ്വാനിച്ച് ആത്മാക്കളെ നേടിയതാണ്. അല്ലെങ്കിൽ ഞാൻ വരുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അവിടെ 80% ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഗോപാലകൃഷ്ണനെന്നും ഗീതയെന്നും എന്നെ അറിയുന്നവരൊക്കെ ഉണ്ട് അവിടെ, ഒത്തിരി പേരുണ്ട്. രാജമ്മയെന്നും ഒക്കെ ആ പേര്. അപ്പോൾ ഒരു വെള്ള കൈയിട്ടവൻ RSS കാര്യാലയത്തിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്ത് ഞാൻ മതപരിവർത്തനം നടത്തുന്നു പാസ്റ്ററെ. വേറെ ആരും അല്ല, ഈ പുസ്തകം കൊണ്ട് നടന്ന് ജീവിക്കുന്നവൻ. RS കാര്യാലയത്തിൽ മാത്രമല്ല, BJP കാര്യാലയത്തിലും കൊടുത്തു. ഞാൻ എന്നോട് ദൈവദാസന്മാരെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊന്നും എനിക്ക് പ്രശ്നമല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നോട് ആരെങ്കിലും ചോദിക്കുക അകത്തു നിന്നാണോ കൂടുതൽ പീഡനം വന്നത് പുറത്തു നിന്നാണെന്ന് ചോദിച്ചാൽ പറയും അകത്തു നിന്നാണ് വന്നത്. സ്തോത്രം. അതുകൊണ്ട് ഒരു ദൈവവത്തം പ്രാർത്ഥിച്ചു, കർത്താവേ പുറത്തെ ശത്രുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അകത്തെ ശത്രുവിൻ്റെ കാര്യം നീ നോക്കണമെന്ന്. ഇവൻ എപ്പം ചാടി വിടുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവരെന്നെ വിളിച്ച് ചർച്ചയ്ക്ക് എനിക്ക് ഭാരമായി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അന്ന് ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ കർത്താവ് ഒരു പാട്ട് തന്നു. 2 അടിയേ പാടത്തുള്ളൂ. ഞാൻ പറഞ്ഞ അരമണിക്കൂറത്തെ പ്രസംഗത്തേക്കാൾ ശക്തി അതിന്. വൻപിച്ച ലോകത്തിര കമ്പം തിരുവോളവോ, വൻപിച്ച ലോകത്തിര കമ്പം തിരുവോളവും മുമ്പും പിൻപുമായവൻ അൻപോടെ നടത്തും
മുമ്പും പിൻപുമായവൻ അൻപോടെന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, മോനെ, ഈ തിരമാലകൾ ഉയർന്നു പൊങ്ങും, ഈ കാറ്റാഞ്ഞടിക്കും, പക്ഷെ നിന്നെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതിനിടയിലൂടെ ഞാൻ നിന്നെ അക്കരയെത്തിക്കും. ഇന്ന് രാത്രി ചുമ്മാതെ ഇവിടെ പറഞ്ഞതല്ല, നിന്നോട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, ഈ തിരമാല ഉയർന്നു പൊങ്ങും, ഈ കൊടുങ്കാറ്റാഞ്ഞടിക്കും, പക്ഷെ നിന്നെ തൊടാൻ എൻ്റെ കർത്താവ് സമ്മതിക്കില്ല. ഓ ഷറഖുനിയ, ഇതിനിടയിലൂടെ ദൈവം നിന്നെ അക്കരയെത്തിക്കും. കരമടിച്ച് വാതുറന്ന് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ദുഷ്ടപിശാചേ, നീ കാറ്റാഞ്ഞടിപ്പിച്ചോ. ഓ ഷറഖുനിയ, തിരമാല ഉയർന്നു പൊങ്ങട്ട്, എന്നെ തൊടാൻ എൻ്റെ ദൈവം സമ്മതിക്കില്ല. ഇതിനിടയിലൂടെ ഞാൻ അക്കരയെത്തും, എൻ്റെ കുഞ്ഞക്കരയെത്തും, എൻ്റെ തലമുറ അക്കരയെത്തും. ശക്തിയോടെ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ഇതിനിടയിലൂടെ ഞാൻ അക്കരയെത്തും. ശക്തിയോടെ 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 അന്യഭാഷ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, എന്നെ തൊടാൻ നിന്റെ കാറ്റിന് കഴിയില്ല, നിന്റെ തിരമാലയ്ക്ക് കഴിയില്ല. ഇതിനിടയിലൂടെ ഞാൻ അക്കരയെത്തും. ദൈവം തന്നെ അക്കരയെത്തിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രതീക്ഷിക്കുന്നതൊക്കെ കിട്ടിയാൽ ദൈവം നല്ലവനെന്ന് പറയാൻ കഴിയും. പ്രതീക്ഷിക്കാത്ത സംഭവിക്കുമ്പോഴും ആഗ്രഹിക്കാത്ത നടക്കുമ്പോഴും ദൈവം നല്ലവനെന്ന് പറയാൻ കൃപ കിട്ടിയവനാണ് യഥാർത്ഥ ഭക്തൻ. God's plan is always the best. Sometimes the process is painful and hard. But do not forget that when God is silent, He is doing something for you. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ശ്രേഷ്ഠകരവും ഉന്നതകരമായിരിക്കും. പക്ഷെ അവിടേക്ക് നമ്മെ കൊണ്ടെത്തിക്കാനുള്ള ദൈവത്തിൻ്റെ വഴികൾ കഠിനകരമായിരിക്കും, ക്ലേശകരമായിരിക്കും. ചിലപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. ദൈവം നിശബ്ദനായിരിക്കും. When God is silent, നിന്നോട് ദൈവം സംസാരിക്കാതിരിക്കും. പക്ഷെ ഓർക്കുക, ദൈവം നിന്നെ മറന്നിട്ടില്ല. ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ആരംഭമായിരിക്കും ഇപ്പോഴത്തെ നിശബ്ദത. മനസ്സിലായെങ്കിൽ സ്തോത്രം പറഞ്ഞുകൊള്ളൂ. ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ആരംഭമായിരിക്കും ഇപ്പോഴത്തെ നിശബ്ദത. കരമടിച്ചോ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ആരംഭമായിരിക്കും ഇപ്പോഴത്തെ നിശബ്ദത. ശക്തിയോടെ. ഓ സ്തോത്രം. ഭക്തന്മാരെല്ലാം ചോദിച്ചു, എന്താ ചോദിച്ചതെന്നറിയാമോ? കർത്താവേ, നീ മിണ്ടാതിരിക്കുന്നുണ്ട്, കർത്താവേ, നീ മിണ്ടാതിരിക്കുന്നുണ്ട്. ഒന്ന് വായിക്കണേ. ആരാ വായിക്കുന്നേ? ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായം 2-4 വാക്യങ്ങൾ. ഹബക്കൂക്ക് പ്രവചനം 1-ന്റെ 2, 4, 13, 14 വാക്യങ്ങൾ. നമ്മളൊക്കെ ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുക. ഹബക്കൂക്ക് ചോദിച്ചു, ആസാബ് ചോദിച്ചു, ഇയ്യോബ് ചോദിച്ചു. ഇന്നും ഭക്തന്മാർ ചോദിക്കുക, കർത്താവേ, ഇതൊക്കെ കണ്ടിട്ട് നീ എന്താ അനങ്ങാതിരിക്കുന്നേ, മിണ്ടാതിരിക്കുന്നേ എന്താ? ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. വായിച്ചോ. ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. അടുത്തത്, നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? അടുത്തത്, കവർച്ചയും സാഹസവും എന്റെ മുമ്പിലുണ്ട്. കലഹം നടക്കുന്നു, ചണ്ട ഉളവായി വരുന്നു, അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. ഇനി അതിന്റെ 13-ാം വാക്യം വായിച്ചേ. 13-ാം വാക്യം 13, 14. ദോഷം കൊണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാൺമാൻ കഴിയാത്തവനുമായുള്ളവരെ, നീ ദ്രോഹം പ്രവർത്തിക്കുന്നവരെ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയും അധിപതിയില്ലാത്ത ഇഴജാതികളെ പോലെ ആക്കുന്നത് എന്ത്? അത് ഭക്തന്മാർ അന്നു പോലെ ചോദിച്ചതാ. അപ്പം അതിന്റെ മറുപടി 10-ാം സങ്കീർത്തനം 13-ാം വാക്കില. സഭാപ്രസംഗം 8-ന്റെ 11 പറഞ്ഞു, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാപതി തൽക്ഷണം നടക്കാത്തതിനാൽ മനുഷ്യൻ ദോഷം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, ബന്ധപ്പെടുന്നു. മനസ്സിലായോ? അടി ഉടനെ കിട്ടാത്തതുകൊണ്ടാ. അതുകൊണ്ട് അടിയില്ലെന്ന് ചിന്തിക്കരുത്. 10-ാം വാക്യം ഭക്തന്മാരുടെ ഉള്ള ഉള്ളിലുണ്ട്, കർത്താവ് എന്താ നീ മിണ്ടാതിരിക്കുന്നത്? വായിച്ചേ. സങ്കീർത്തനം 10-ന്റെ 13-ാം വാക്യം വായിച്ചേ. 10-ാം സങ്കീർത്തനം 13-ാം വാക്യം. 10-ന്റെ 13 വായിക്കേ. 10-ാം സങ്കീർത്തനം 13-ാം വാക്യം. ഇല്ലയോ? ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കയില്ല ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കയില്ല എന്ന് തന്റെ ഉള്ളിൽ പറയുന്നതും എന്ത്? അടുത്തത്, നീ അത് കണ്ടിരിക്കുന്നു, കൈകൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നോക്കി കണ്ടിരിക്കുന്നു. ദൈവം കാണാതിരിക്കുന്നില്ല.
ഒരു നിരീശ്വരവാദി ഒരിക്കൽ പറഞ്ഞു ദൈവം ഇല്ലെന്ന്. ഇനി അഥവാ ദൈവം ഉണ്ട്, ദൈവം മരിച്ചെന്ന്. പിന്നെ അവൻ പറഞ്ഞു ഇനിയും ദൈവം ഉണ്ട്, ദൈവത്തിന് കണ്ണ് കാണാതായെന്ന്. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ ദൈവം ഗതിഭേദത്താൽ ആച്ഛാദനമുള്ളവനല്ല, അവൻ്റെ കണ്ണു മങ്ങുന്നവനല്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങില്ല, ഉറങ്ങില്ല. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. അത് നമ്മിൽ തുടങ്ങിയാൽ അഭക്തന്റെയും ഭാവിയുടെയും ഗതി എന്തായി തീരും? നീതിമാനായ ഒരു ദൈവമുണ്ട്. 52 സങ്കീർത്തനം പറയുന്നു, നീ ഇവ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ. 50 സങ്കീർത്തനം 21 വാക്യം, 50 സങ്കീർത്തനം, നീ ഇവ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇവയെ നിരത്തി വെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടുവിപ്പാൻ വിടുവിപ്പാൻ. ദൈവദാസന്മാരുടെ കൈ ഉയർത്തി പറഞ്ഞേ, വിടുവിപ്പാൻ ആരുമുണ്ടാകില്ല. ഇന്ന് നിന്റെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട്, രാഷ്ട്രീയ സ്വാധീനം കൊണ്ട്, പിടിപാടി കൊണ്ട് ഇന്ന് നീ നിന്നോ, എന്നാൽ ദൈവം നിന്നെ പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറ. കുഞ്ഞേ, ദൈവം എഴുന്നേൽക്കുന്ന ദിവസമുണ്ട്. നമ്മുടെ കർത്താവ് ഒരിക്കലും താമസിച്ച് വരുന്നവനല്ല. നമ്മുടെ കർത്താവ് ഒരിക്കലും നേരത്തെ വരുന്നവനുമല്ല. നമ്മുടെ കർത്താവ് തക്ക സമയത്ത് ഇറങ്ങി വന്നു, തക്ക സമയത്ത് പ്രവർത്തിക്കും. അപ്പോൾ when God is silent, ദൈവം ചിലപ്പോൾ നിശബ്ദനായിരുന്നെന്ന് വരാം, മിണ്ടാതിരുന്നു വരാം. നിങ്ങൾക്കറിയാമോ, ഗോത്രപിതാവായ യാക്കോബ്, മുമ്പേ ഞാൻ പറഞ്ഞു, ജീവിച്ചിരുന്ന മകൻ യോസഫ്, ആ യോസഫിനെ ഓർത്ത് എത്ര വർഷം കരഞ്ഞു എന്ന് പറ ദേവദാസന്മാരെ? 22 വർഷം കരഞ്ഞു. യോസഫിൻ്റെ അങ്കി എടുത്തു വെച്ച് കരയുക. ഇത് കാണുമ്പോഴൊക്കെ കരയും. സത്യം ഇത് വായിക്കുമ്പോൾ ഞാൻ കരയും. എൻ്റെ മകനെ യോസഫേ, എൻ്റെ മകനെ യോസഫേ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ കരയുക. ദൈവം തമ്പുരാൻ ഒരു തവണ ചെന്നിട്ട്, യാക്കോബേ നീ കരയണ്ട, നിന്റെ മോൻ ജീവനോടണമെന്ന് ഒരു വട്ടം പറഞ്ഞാൽ പോരെ? പറഞ്ഞു വച്ചാ? പറഞ്ഞില്ല. എന്താ കാര്യം എന്നറിയാമോ? പറഞ്ഞാൽ യോസഫ് ജീവനോടുണ്ടെന്ന് കേട്ടാൽ യാക്കോബ് ചെന്ന് എവിടുണ്ടേലും പിടിച്ചോണ്ട് വരും. പക്ഷെ യോസഫിനെ ദൈവം വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത് തിരിച്ചതുപോലെ കൊണ്ട് കയറ്റാനല്ല, സിംഹാസനത്തിക്കാനാ. ഒന്ന് ശക്തിയോടെ കരമടിച്ച് സ്തോത്രം പറ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം മറുപടിയില്ലെന്നല്ല. നിന്റെ വീട്ടുകാർ മാത്രമല്ല, നിന്റെ കുടുംബക്കാർ മാത്രമല്ല, നിന്റെ ദേശം മുഴുവൻ അറിയുന്ന ഒരു വിടുതൽ ദൈവം നിനക്ക് തരാൻ വേണ്ടിയാ. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. ലാസറിന്റെ വീട്ടിൽ യേശു താമസിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ലാസർ മരിച്ചു, 4 ദിവസമായി നാറ്റം വെച്ചു, അപ്പോഴാ കർത്താവ് വന്നത്. പക്ഷേ ആ വിടുതൽ ദേശം അറിഞ്ഞു. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുന്നെങ്കിൽ ദേശം അറിയുന്ന ഒരു മറുപടി ദൈവം തരും. നിന്റെ കുടുംബക്കാർ മാത്രമല്ല, നിന്റെ കൂട്ടായ്മക്കാർ മാത്രമല്ല, നിന്റെ ദേശം അറിയുന്നൊരു വിടുതൽ ദൈവം തരും. എന്നോട് കർത്താവ് സംസാരിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കൈ ഉയർത്തിയുടെ സ്തോത്രം ശക്തിയോട് പറയൂ. സ്തോത്രം. ഈ ദൈവം നമ്മോട് സംസാരിക്കാതിരിക്കുമ്പോൾ അവനെ സ്നേഹിക്കുക. പെട്ടെന്ന് ഒന്ന് വായിച്ചത് നോക്കണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തുന്നതിന് ശേഷം ശിഷ്യന്മാരിങ്ങനെ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അവരുടെ നടുവിൽ ചെന്നു. എന്നിട്ട് കർത്താവ് അവർക്ക്, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. 19-20 വാക്യമാണ് ഞാൻ വായിച്ചത്. ആ അവസരത്തിൽ യോഹന്നാൻ അവിടെ ഇല്ലായിരുന്നു. 20-24 അവിടെ വായിക്കുന്നത്, നമ്മളെ വായിച്ചേ. 20-24 യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്യം വായിച്ചു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം വായിക്കാൻ വേണ്ടി അടുത്തത്, യേശുവിനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു,
കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞ്. അതാ ദൈവപ്രവൃത്തി കാണാത്തപ്പോൾ സ്നേഹിക്കാൻ കഴിയുമോ? പ്രതീക്ഷിക്കാൻ കിട്ടാത്തപ്പോൾ സ്നേഹിക്കാൻ കഴിയുമോ? നീ കർത്താവിനെ സ്നേഹിപ്പാൻ ഇറങ്ങി എന്തിനു വേണ്ടിയാ? അതൊക്കെ കിട്ടിയാലേ സ്നേഹിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, അത് യേശു കർത്താവ് വന്നപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. തോമസ് പറഞ്ഞു, അവർ പറഞ്ഞു യേശു വന്നിട്ട് പോയി. അവർ പറഞ്ഞു, ഞാനൊന്നും വിശ്വസിക്കത്തില്ല, അവനെ കാണണം. കണ്ടാൽ മാത്രം പോരാ, അവൻ്റെ ആണിപ്പാടിൽ എൻ്റെ വിരലിടണം, അവൻ്റെ വിലാപ്പുറത്ത് എനിക്ക് വിരലിടണം. അങ്ങനെ തോമസ് ഉള്ളപ്പം യേശു കർത്താവ് വന്നു. എന്നിട്ട് കർത്താവ് തിരിഞ്ഞ് തോമസിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് തോമസ് എന്ന് വിളിച്ചു. അവൻ പറഞ്ഞ ആ മറുപടി കേട്ടോ, മൈ ഗോഡ് ആൻഡ് സേവിയർ, മൈ ഗോഡ് ആൻഡ് ലോഡ്, എൻ്റെ കർത്താവും ദൈവമേ എന്ന് പറഞ്ഞ് ഞെട്ടുക. തോമസിലോട്ട് നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, തോമസേ നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി ഈ ആണിപ്പിള്ളൊന്നിട്ടോ, ഈ വിലാപ്പുറത്തിട്ടോ. അപ്പം ഞാൻ ചിന്തിക്കുന്ന, തേജസ്കരിക്കപ്പെട്ട കർത്താവിന് അപ്പോഴും എന്തോ ഉണ്ടച്ചാ? മുറിവുണ്ട്. സ്തോത്രം. നിത്യതയിൽ ചെല്ലുമ്പോഴും ആ മുറിവ് കാണും. കാരണം നിനക്ക് വേണ്ടി ഞാൻ സഹിച്ചതാന്ന് കാണാൻ. 2 ദിവസം മുൻപ് ഞാൻ അവിടുത്തെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ കരയുമെന്ന്. അതിന് വേദ തെളിവുണ്ട്. എന്താ തെളിവ്? ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും, അവനവരുടെ കണ്ണിൽ നിന്ന്. അപ്പോൾ പലരോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ സ്വർഗത്തിൽ കണ്ണുനീരുണ്ടോ? സ്വർഗത്തിൽ കണ്ണുനീരുണ്ടോ? സ്വർഗത്തിലെ കണ്ണുനീര് എന്താണെന്നറിയാമോ? എയർപോർട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ യാത്രയാക്കും, കണ്ണുനീര് ഒപ്പിയിട്ടാണ് പോരുന്നത്, മക്കളെ വിട്ടിട്ട് കുറച്ച് നാളത്തേക്ക് ഉള്ളതിലും. പക്ഷേ മക്കൾ ലാൻഡ് ചെയ്യുമ്പോൾ സ്വീകരിക്കാൻ നിൽക്കുന്ന അപ്പൻ്റെ കണ്ണ് നിറയും, ഇല്ലേ? അമ്മയുടെ കണ്ണ് നിറയും. മക്കളെ കണ്ടതിൻ്റെ സങ്കടം കൊണ്ടല്ല, ആ കണ്ണുനീരിൻ്റെ പേര് ആനന്ദത്തിൻ്റെ കണ്ണുനീർ. ഞാൻ സ്വർഗത്തിലെ കണ്ണുനീരിനെ കുറിച്ച് ചിന്തിച്ചത്, സ്വർഗത്തിലെത്തുന്ന ഓരോ ദൈവവൈദ്യലും വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണുമ്പോൾ, നമുക്കായി മുറിഞ്ഞവനെ കാണുമ്പോൾ, അടിയേറ്റവനെ കാണുമ്പോൾ, തുപ്പലേറ്റവനെ കാണുമ്പോൾ, മുൾക്കിരീടം വെച്ചടിച്ച് തലയോട് പൊട്ടിയവനെ കാണുമ്പോൾ, തലച്ചോറിലേക്ക് മുള്ളിറങ്ങിയവനെ കാണുമ്പോൾ ഞാൻ കരയും. അതാ പാട്ടുകാരൻ പറഞ്ഞ്, എനിക്കായി മുറിഞ്ഞവനെ കാണുമ്പോൾ ഞാൻ കരഞ്ഞിടും. ഒരു ഭക്തന് ദൈവത്തോടൊന്നും പറയാനില്ല, അവൻ മാർവിയിരുന്ന് കരയും. ഓരോ ഭക്തനും ചേർത്ത് പിടിച്ച് തമ്പുരാനെ ആശ്വസിപ്പിക്കും. ആ കണ്ണുനീർ വരുത്തുന്ന കണ്ണുനീർ ഗ്രന്ഥി തൻ്റെ കൈ കൊണ്ട് കർത്താവ് തുടച്ചു കളയും. ഇനിയും മരണമുണ്ടാകില്ല, ഇനിയും ദുഃഖമുണ്ടാകില്ല, ഇനിയും കണ്ണുനീരുണ്ടാകില്ല. ഇത്രവർക്ക് പ്രത്യാശയോടെ സ്തോത്രം പറയാൻ കഴിയും. ഒന്നുകൂടെ കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറയും. കരയും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കരയും. ഇവിടെ യോഹന്നാൻ്റെ നേരെ കർത്താവ് കൈ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് തോമസേ നിൻ്റെ കൈ ഇങ്ങോട്ട് നീട്ട്, ആണിപ്പഴുതിൽ കൈയിട്. തോമസ് ഞെട്ടിപ്പോയി. ഇപ്പോഴാണ് ചോദിച്ചതിനെ, ആരാടാ ഇത്ര പെട്ടെന്ന് യേശുവിന് SMS അയച്ചതെന്ന്, ടെക്സ്റ്റ് മെസ്സേജ് അയച്ചതെന്ന്, ഇമെയിൽ ചെയ്തെന്ന്, അല്ലേ? നോ ഇമെയിൽ, നോ വാട്സാപ്പ്, നോ ടെലഫോൺ. പക്ഷേ തോമസ് അവിടെ ശിഷ്യന്മാരുടെ നടുവിൽ വെച്ച് പറഞ്ഞത് കർത്താവ് കേട്ടു. ഇന്ന് സ്തോത്രം പറയാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ പലപ്പോഴും ഈ പ്രസംഗത്തിനിടെ പറയും, അബ്രഹാമിൻ്റെ വീട്ടിൽ 3 ദൂതന്മാർ ചെന്നു. അത് കർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പോകാൻ നേരം പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയത്തൊരു മോൻ. അപ്പോൾ സാറ കൂടാരത്തിനകത്ത് നിന്ന് ചിരിച്ചു. സ്തോത്രം. പൊട്ടിച്ചിരിച്ചില്ല, അകത്ത് നിന്ന് ചിരിച്ചു. പക്ഷേ പുറത്തു നിന്നവൻ ആ ചിരി കേട്ടു, ആ ചിരി കണ്ടു. ഇന്ന് രാത്രി നിങ്ങളുടെ ആരുടെയും പേരൊന്നും എനിക്കറിഞ്ഞുകൂടെങ്കിലും പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുക, നിൻ്റെ ഭർത്താവ് കാണാതെ, നിൻ്റെ ഭാര്യ കാണാതെ, നിൻ്റെ കുഞ്ഞ് കാണാതെ നീ തുടച്ച കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്. ദൈവദാസ, പലരും കാണാതെ നീ തുടച്ച ചില കണ്ണുനീരുണ്ടല്ലോ, അത് കാണുന്നൊരു സ്വർഗമുണ്ട്. ശക്തിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. പലരും ചിന്തിച്ചിരിക്കുന്ന ദൈവവൃത്യന്മാർക്ക് കണ്ണുനീരില്ലെന്ന, നീ പലരും കാണാതെ തുടച്ചു കളഞ്ഞ കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, നീ രഹസ്യമായി കരഞ്ഞതിന് അവൻ പരസ്യമായി ഉത്തരം തരും. ആരും കാണാതെ നീ കരഞ്ഞ ചിലതിന് എല്ലാവരും കാണുക, ദൈവം ഉത്തരം തരും. ശക്തിയോടെ കൈകടിച്ചേ, അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. യോസഫ്
യോസഫ് കരഞ്ഞ 6 കരച്ചിലുകൾ ഈ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 കരച്ചിൽ. ഈ 6 കരച്ചിലും ആനന്ദത്തിൻ്റെയാണ്. ഒന്നവൻ്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ അവൻ കരഞ്ഞു. എൻ്റെ ബെന്യാമിനെ കണ്ടപ്പോൾ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ബെന്യാമിനെ കണ്ടപ്പോൾ കരഞ്ഞു. അപ്പനെ കണ്ടപ്പോൾ കരഞ്ഞു. സഹോദരന്മാർക്ക് അവിടെ തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ കരഞ്ഞു. അതെല്ലാം എഴുതിയിട്ടുണ്ട്. അച്ഛാ, അതിനു മുമ്പ് അവൻ കരഞ്ഞില്ലയോ? കരഞ്ഞില്ലേ? സഹോദരന്മാർ പിടിച്ച് പൊട്ടക്കിള്ളിട്ടപ്പോൾ അവൻ കരഞ്ഞില്ലേ? കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ? വലിച്ചത് ഇത് കേട്ടിയപ്പോൾ കരഞ്ഞില്ലേ? വിശുവാലി കച്ചവടക്കാർക്ക് വിറ്റപ്പോൾ കരഞ്ഞില്ലേ? 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 അവന് പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവൻ്റെ മേൽ ദുരാരോപണം ആരോപിച്ചപ്പോൾ അവൻ കരഞ്ഞില്ലേ? ജയിലിൽ പോയപ്പോൾ അവൻ കരഞ്ഞില്ലേ? കരഞ്ഞു. പലയിടത്തും കിടന്ന് കരഞ്ഞു. പക്ഷെ പരിശുദ്ധാത്മാ പറഞ്ഞു, ആ കരച്ചിലൊന്നും ഞാൻ എഴുതുന്നില്ല. ആ കരച്ചിലൊന്നും ഞാൻ എഴുതുന്നില്ല. നിൻ്റെ ആനന്ദത്തിൻ്റെ കണ്ണുനീർ ഞാൻ എഴുതും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നീ രഹസ്യമായി കരഞ്ഞ പല കണ്ണുനീർ ദൈവം എഴുതി വച്ചിട്ടില്ലെന്ന് വിചാരിച്ചവൻ്റെ പുസ്തകത്തിലുണ്ടത്. പക്ഷേ അവൻ രംഗത്ത് കാണിച്ചിട്ടില്ല. ഇന്ന് രാത്രി നിന്നോട് ഞാൻ പറയുന്നു, നീ രഹസ്യമായി കരഞ്ഞ പലതിനും ദൈവം പരസ്യമായി ഉത്തരം തരും. നീ രഹസ്യമായി കരഞ്ഞത് പലരും കണ്ടില്ല, എന്നാൽ ദൈവം പരസ്യമായി ഉത്തരം തരുന്ന പലരും കാണും. വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെട്. നിന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും. ദൈവത്തെ സ്തുതിക്ക്. ആരും കാണാ നീ കരഞ്ഞ് തുടച്ചു കളഞ്ഞത്. ദൈവദാസ, പരിഹാസത്തിന്റെ നടുവിൽ, ആക്ഷേപത്തിന്റെ നടുവിൽ കൂട്ടമായി നിന്നെ ആക്രമിച്ചപ്പോ നീ തുടച്ച കണ്ണുനീരുകൾ ഇവിടെ ആരും കണ്ടില്ലെങ്കിലും കാണുന്ന ഒരു സ്വർഗമുണ്ട്. ശക്തിയോടെ എല്ലാവരും കരമടിച്ചാട്ട്. മക്കളെ, കൈയടിക്ക്. വായം തുറക്കാൻ കഴിഞ്ഞ കൃപയാ. മനസ്സിലാകുന്നുണ്ടോ? കൈയൊന്ന് ഉയർത്താൻ കഴിഞ്ഞ കൃപയാ. ഉയർത്തിയ കൈ താക്കാൻ കഴിഞ്ഞ കൃപയാ. കരമൊന്നടിക്കാൻ കഴിഞ്ഞ കൃപയാ. വായം തുറക്കാൻ കഴിഞ്ഞ കൃപയാ. തുറന്ന വായ അടയ്ക്കാൻ കഴിഞ്ഞ കൃപയാ. ശക്തിയോടെ കരമടിച്ച് ആരാധിക്കുന്ന രാത്രി. കർത്താവ് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. യോഹന്നാനെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അവൻ രക്തസാക്ഷിയാകണമെന്നായിരുന്നു. കാരാഗ്രഹം വിടുതലല്ലായിരുന്നു. ദൈവത്തിൻ്റെ ഹിതത്തിനായി ഏൽപ്പിക്കപ്പെടൂ. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ നിറവേറട്ടെ. ഞാൻ പറയാം, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ അത് നിറവേറും. പിശാചിൻ്റെ പദ്ധതി പരാജയപ്പെടും. ഒന്നുകൂടെ ഞാൻ പറയാം, 90 വയസ്സ് വരെ നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവം പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് പാണ്ടിലോറി കയറി ഇറങ്ങിയാലും നീ ചാകത്തില്ല. സ്തോത്രം, സ്തോത്രം. എന്നാൽ നീ രക്തസാക്ഷിയാകണം ദൈവം പദ്ധതി ഇട്ടുണ്ടെങ്കിൽ ഉഗാണ്ടയിൽ പോയി പാർത്താലും നീ രക്തസാക്ഷിയായിരിക്കും. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളോട് വചനം പ്രസംഗിക്കുന്ന എൻ്റെ ശബ്ദം 3 വട്ടം നിലച്ചെന്ന് ചിന്തിച്ചതാണ്, ഒരു വട്ടമല്ല. 2021 ഞാൻ പലവട്ടം പറഞ്ഞു, നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ജനുവരി മാസം 24-ാം തീയതി കാർഡിയാക് അറസ്റ്റിലൂടെ എൻ്റെ ശബ്ദം നിലച്ചെന്ന് ഡോക്ടർമാർ ചിന്തിച്ചു. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു, ലോകമെങ്ങും പ്രാർത്ഥിച്ചു ദൈവമക്കൾ. അതിനുശേഷം 2 തവണ മെഡിക്കൽ അലർജി വന്ന് കുഴഞ്ഞ് ഞാൻ വീണു. അത് ഒക്കെ വന്നു. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നു, ഒന്നുകൂടെ പറയാൻ പരിശുദ്ധാത്മ പറയാ. പക്ഷേ തമ്പുരാൻ തൻ്റെ പ്രോഗ്രാം ഡയറിൽ എഴുതി വെച്ചിരുന്നു 2025 നവംബർ മാസം, ഇന്നെത്ര തീയതി? 29-ാം തീയതി ബീമോനച്ച നീ കൊട്ടാരക്കര ഡിസ്ട്രിക്ട് കൺവെൻഷൻ പ്രസംഗിക്കണമെന്ന് തമ്പുരാൻ എഴുതി വെച്ചു. ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയാം, എത്ര പേർ കുഴഞ്ഞു വീണ് മരിച്ചു? നീ മരിച്ചില്ല. കാരണം പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ, എല്ലാവരും കൈ ഉയർത്തിപ്പിടി. പിശാച് കേൾക്കപ്പെട, ദുഷ്ട പിശാചേ, എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള, ദൈവസഭയെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും. എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കരമടിച്ച് അന്യഭാഷയിൽ ഓഹോ ശക്തിയോടെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് പറ, പിശാചേ നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. എല്ലാവരും കരമടിച്ച് ആരാധിച്ചാണ് ശക്തിയോടെ. നീ വിശ്വസിക്ക്. നിയോഗമുള്ളവനെ, ദർശനം പ്രാപിച്ചവനെ, ദൈവത്തിന്റെ പദ്ധതി ഉള്ളവനെ തകർക്കാൻ ദുഷ്ടശക്തികൾ കഴിയില്ല. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തീരാത്ത നിന്നെ കൊണ്ടുപോകില്ല. അതെപ്പം തീരുമ്പോൾ കൊണ്ടുപോകും. ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. 47 തീർന്നാൽ അന്ന് കൊണ്ടുപോകും. 87 തീരത്തുള്ള അന്നേരെ കൊണ്ടുപോകത്തുള്ളൂ. പക്ഷെ ഉറപ്പിച്ചോണം, ദൈവത്തിൻ്റെ പദ്ധതി തീരാത്ത തന്നെ കൊണ്ടുപോകത്തില്ല. ഒന്നുകൂടെ ശക്തിയോടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാൽ. യേശു കർത്താവ് യോഹന്നാൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അനുശോചിച്ചില്ല. ഇപ്പം അനുശോചനം മാറി ആശംസയായി. ശവടക്കനല്ല, ആശംസയാണ്. തമ്പുരാനെ ഇതിന് പോയാൽ പറ്റാ, നമ്മൾ താഴെ വീണാൽ ഇതെടുത്തോണ്ട് പോകത്തില്ല.
സ്തോത്രം പോയി ഓക്ക് കണ്ടില്ലേ? സത്യം പറയാ ദൈവദാസ, ഞാൻ പലപ്പോഴും പറയും, നമ്മളൊരു മനുഷ്യനെക്കുറിച്ച് നല്ല പറഞ്ഞപ്പോഴാ ഉറക്കം പറയുന്നേ. ചാകുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ മുഴുവൻ സങ്കടവും വേദനയും കൊടുക്കും, ചത്ത് കിട്ടിയാൽ നല്ല കാര്യവും പറയും. ഞാൻ പറയും ഇതല്ലേ 10 വാക്ക് പുള്ളി ജീവിച്ചിരുന്നപ്പം പറഞ്ഞതെങ്കിൽ പുള്ളി ഉടനെയെങ്കിലും ചാകത്തില്ലായിരുന്നു. ചത്ത് കിട്ടാനിരിക്കുക നല്ല വാക്ക് പറയാൻ. ജീവകാലത്ത് പ്രശംസിച്ചോണം, ജീവകാലത്ത് നല്ല വാക്ക് പറഞ്ഞോണം. യേശു കർത്താവ് യോഹന്നാൻ മരിച്ചപ്പോൾ അനുശോചനമൊന്നും പറഞ്ഞില്ല, അവൻ എഴുന്നേറ്റ് പോയി. പക്ഷേ അടുത്ത വാചകം കേൾക്കണോ? കൊട്ടാരക്കരക്കാരോട് ഞങ്ങൾ വിളിച്ചു പറയാ, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീല വിട്ടു മടങ്ങി, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുന്നു പ്രസംഗിച്ചു തുടങ്ങി. കൊട്ടാരക്കരക്കാരെ, വടക്കേ ഇന്ത്യക്കാരെ, ഈ ശബ്ദം ഇവിടൊക്കെ പോകുന്നുണ്ടെങ്കിലും പറയാം, ഒരഭിഷക്തന്റെ തലയെടുത്തത് കൊണ്ട് സുവിശേഷത്തിന്റെ ശബ്ദയലകൾ ഇവിടെ നിലയ്ക്കില്ല. ഒരഭിഷക്തൻ പോയാൽ 1000 ദൈവം എഴുന്നേൽപ്പിക്കും. കരമടിച്ച് ആരാധിക്ക. ഒരു ഭീമോനച്ചൻ പോയാൽ 10 ഭീമോനച്ചന്മാർ എഴുന്നേൽക്കും. ശക്തിയോടെ 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 ദൈവത്തെ ആരാധിക്കുക. സുവിശേഷത്തിന്റെ ശബ്ദം നിലയ്ക്കില്ല. ഈ വിഭജനം ഞാൻ കൺക്ലൂഷനിലേക്ക് വരണമല്ലോ. മത്തായി സുവിശേഷം 11-ാം അധ്യായം 7 മുതൽ വായിക്കേണ്ടതെങ്കിലും 11-ാം വാക്യം വായിക്കാം. കർത്താവിൻ്റെ അരികിൽ യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, വരാനുള്ളവൻ നീയോ, മറ്റൊരുവനായി കാത്തിരിക്കണമോ? കർത്താവ് പറഞ്ഞു, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. എന്നിട്ട് യോഹന്നാന്റെ ശിഷ്യന്മാർ പോയ ശേഷം നമ്മുടെ കർത്താവ് പറഞ്ഞു, വായിക്കേ, സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. അടുത്ത വായിച്ചോ. സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ ആദ്യവനും വലിയവനെന്ന്. കൈ ഒന്ന് ഉയർത്തി സ്തോത്രം ശക്തിയോട് പറയാമോ? എന്താ കർത്താവ് പറഞ്ഞത്? നമുക്കത് മനസ്സിലായില്ല. സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. സ്വർഗരാജ്യത്തെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞാൽ, സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ ഭൂമിയിലെ ഏറ്റവും വലിയവനേക്കാൾ വലിയവനാ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സ്ത്രീകളിൽ ജനിച്ചവർ ഇവരിൽ വലിയവനില്ലെന്ന് പറഞ്ഞാൽ, സ്ത്രീയിൽ ജനിച്ച ആദ്യത്തെ ആളാണ് ഹാബേൽ, ആദ്യത്തെ രക്തസാക്ഷി. യോഹന്നാൻ സ്നാപകൻ ഹാബേലിനേക്കാൾ വലിയവൻ, അബ്രഹാമിനേക്കാൾ വലിയവൻ, ഇസഹാക്കിനേക്കാൾ വലിയവൻ, യാക്കോബിനേക്കാൾ വലിയവൻ, അല്ലേ ശലോമോനേക്കാൾ വലിയവൻ, രാജാക്കന്മാരെക്കാൾ വലിയവൻ, പൗലോസിനേക്കാൾ വലിയവൻ, പത്രോസിനേക്കാൾ വലിയവൻ, നെപ്പോളിയൻ ബോണപ്പാർട്ടിനേക്കാൾ വലിയവൻ, അലക്സാണ്ടറിനേക്കാൾ വലിയവൻ, ചാർലി മൈനേക്കാൾ വലിയവൻ, മഹാത്മാ ഗാന്ധിയേക്കാൾ വലിയവൻ. നമുക്ക് സ്തോത്രം പറയാൻ കഴിയുന്നില്ല, നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചാ. കാരണം നമ്മൾ വലുതായി കാണുന്ന മറ്റു പലരുമാ. ത്രികാലജ്ഞനായ തമ്പുരാൻ പറഞ്ഞു, സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ലെന്ന്. സോളമനേക്കാൾ വലിയവൻ, അബ്രഹാമിനേക്കാൾ വലിയവൻ, യാക്കോബിനേക്കാൾ വലിയവൻ, പൗലോസിനേക്കാൾ വലിയവൻ. നമ്മൾ സ്തോത്രം പറയത്തില്ല, കാരണം നമ്മുടെ ദൃഷ്ടിയിൽ മറ്റു പലരുമാണ് വലുത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം, നമ്മൾ ഈ കാണുന്ന സ്റ്റേജ് അടക്കി വാഴുന്നവനെയും ഈ ടി വി നിറഞ്ഞു നിൽക്കുന്നവരെ, വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് നമ്മൾ വലുതായി കാണുന്നത്. പക്ഷെ തമ്പുരാൻ വലുതായി കാണുന്ന ഇവരെയൊന്നുമല്ല. വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പച്ചവെള്ളം കുടിച്ച് മുണ്ടുമുറുക്കി ഉടുത്ത് വീടുകളിൽ കയറി ഇറങ്ങി ആത്മാക്കളെ നേടിയെടുക്കുന്ന അഭിഷക്തന്മാരുണ്ട്. നിന്നേക്കാൾ വലിയവനായി ദൈവം കാണുന്ന അവനെയാണ്. ഒന്ന് കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞു. ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസമുണ്ടെന്ന് അന്ന് എനിക്ക് നിശ്ചയമായിരിക്കും. ഇവിടെ ആദരിക്കപ്പെടുന്ന പലരും അവിടെ അനാദരിക്കപ്പെടും, ഇവിടെ അനാദരിക്കപ്പെടുന്ന പലരും അവിടെ ആദരിക്കപ്പെടും. കേട്ടോ സ്തോത്രം. എന്താ കർത്താവ് പറഞ്ഞത്? സ്വർഗരാജ്യത്തിലെ ഏറ്റവും സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനിലും വലിയവൻ. അപ്പം കർത്താവ് ഫോക്കസ് ചെയ്തത് കാരാഗ്രഹം തകർത്ത് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിലല്ല, അങ്ങ് ചെന്ന് പറ്റണം. നിങ്ങൾ ആരും അനങ്ങിയില്ലല്ലോ. അങ്ങ് ചെന്ന് പറ്റണം. നിത്യതയാണ് വലുത്. ഇവിടുത്തെ മണ്ണാങ്കട്ടയല്ല വലുത്, നിത്യതയാണ് വലുത്. നമ്മുടെ പിതാക്കന്മാരെ, അപ്പച്ചന്മാരെ പട്ടിണി കിടന്നപ്പം, ഇത് കൺക്ലൂഡിലേക്ക് പോവാം. മകളെ നിങ്ങളെന്ന് കയറി നിന്നു, ഞാൻ പറഞ്ഞോളാം. ഒരു മോനെ കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ്റെ സിയോൻ പുരിയിൽ
ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ കുഞ്ഞാടാകും എൻ്റെ എൻ്റെ ഈ ഓർഗനൊക്കെ അടിക്കുന്നുണ്ട്. സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ ലോകമെന്നെ ത്യജിച്ചാലും ലോകമെല്ലാം ക്ഷയിച്ചാലും ലോകമെന്നെ ത്യജിച്ചാലും സ്നേഹമെല്ലാം ക്ഷയിച്ചാലും ലേശമെന്നിൽ ലേശമില്ല ഈശനെ ഞാൻ പിന്തുടരും. ക്ലേശമെന്നിൽ ലേശമില്ലാതീശനിൽ ഞാൻ പിന്തുടരും. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ഇത് നമ്മൾ പഠിച്ച വേഴ്സ് വിവി എന്നല്ല, സിയോൻ ഗീതാവലി എന്നല്ല. അപ്പം പാടി അമ്മ പാടി കേട്ട് പഠിച്ചവരൊന്ന് കൈ ഉയർത്തിക്കേ. ഒന്ന് ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. നേരം സന്ധ്യ ആകുമ്പം പിള്ളേരെ വിളിച്ചെടുത്തിയ ഒരു പാട്ടാ. ഇന്നത്തെ പോലെ 1, 2 അല്ല, 5, 6, 7, 8 പിള്ളേർ. ഓ, ഇതുപോലെ എന്നൊന്ന് മൂളുകല്ല, ഹൃദയത്തിൽ നിന്ന് അങ്ങ് പാടുക അല്ലേ. എന്താ പാടിയത്? കർത്താവേ, കുടുംബസ്വത്തില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, 8 പിള്ളേരതി 4 പെൺപിള്ളാരാ, എങ്ങനെ കെട്ടിക്കും, എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യും? അവർ പാടുകല്ലായിരുന്നു. പിള്ളേരെ ഇരുത്തി പാടിച്ചിട്ട് അവർ കിടന്നുറങ്ങിയിട്ടും അപ്പൻ ഉറങ്ങാൻ കഴിയില്ല, എഴുന്നേറ്റിരുന്ന് അങ്ങ് കരയുക. എന്താ പാടിയത്? എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. കുടുംബസ്വത്തില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, സമുദായക്കാർ മുടക്കി. 8 പിള്ളേരാ, 4 പെൺപിള്ളാരാ. കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് നിന്റെ ദേഹം നനച്ചു. ആ കണ്ണുനീര് സ്വർഗത്തിലെത്തി. അവൻ സ്വർഗത്തിലെ ദൈവം ആ കണ്ണുനീരിന് മറുപടി കണ്ട് നിനക്കും നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഉറവ തുറന്നു. ആ ഉറവയിൽ നിന്ന് നീയും നിന്റെ തലമുറയും കുടിക്കുന്നെന്ന് മറക്കരുത്. എത്ര പേർക്ക് കരം ഉയർത്തിയാടി സ്തോത്രം പറയാൻ കഴിയും? ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാൻ പരിശുദ്ധാത്മാ പറയുന്നു, സകല ഉറവ അടഞ്ഞാലും നിന്റെ കണ്ണുനീര് കണ്ട് ദൈവം പുത്തൻ ഉറവ നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറക്കും. ശക്തിയോടെ കരമടിച്ചേ. ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായ അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്ത് ഹാഗാറിനെ യാത്രയാക്കി. അപ്പം തീർന്നു, വെള്ളം തീർന്നു. കുഞ്ഞിനെ ഒരു അൻപുംപാട് ദൂരത്തിട്ട് ഹാഗാർ കരയാൻ തുടങ്ങി. ഹാഗാർ ഇവിടെ കിടന്ന് കരയുന്നു, കുഞ്ഞ് അവിടെ കിടന്ന് കരയുന്നു. 2 കരച്ചിൽ സ്വർഗത്തിലെ ദൈവം കണ്ടു. ദൈവം ഉറവ തുറന്നു കൊടുത്തു. എല്ലാ ഉറവയും അടയുമ്പോൾ നിന്റെ കണ്ണുനീർ കണ്ട് ദൈവം തുറക്കുന്ന ഉറവ നിന്റെ തലമുറയുടെ കാലത്ത് പോലും അടഞ്ഞു പോകില്ല. അടഞ്ഞു പോകില്ല. എന്തൊക്കെ സകാരാ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലത്ത് നിന്റെ അപ്പനും അമ്മയും നെടുമ്പാട് വീണ് കരഞ്ഞു. ആ കണ്ണുനീര് കണ്ട് ദൈവം ഉറവ തുറന്നു. അഹങ്കരിക്കരുത്. ഇരിക്കുന്ന അഭിഷക്തന്മാർ വിശേഷ വേലക്കിറങ്ങിയപ്പം പട്ടിണി കിടന്നില്ലേ? മുണ്ടുമുറുക്കി ഉടുത്തില്ലേ? അപമാനം സഹിച്ച്, ആക്ഷേപം സഹിച്ച്, പേപ്പട്ടിയെപ്പോലെ തല്ലുവാങ്ങി, ഭ്രാന്തനെ പോലെ ഓടിച്ചിട്ട് നാട്ടുകാരടിച്ചൊക്കെ വളർത്തിയ പ്രസ്ഥാനമായത്. നീ എല്ലാം കൂടി ഇത് നശിപ്പിക്കരുത്. നീ എല്ലാം കൂടി നശിപ്പിക്കരുത്. അനേക ഭക്തന്മാരുടെ കണ്ണുനീരായത്. അനേക വിശുദ്ധന്മാർ പട്ടിണി കിടന്ന് പടുത്തുയർത്തിയതാ. നിന്റെ അഹങ്കാരത്തിന്റെ വേലിയേറ്റങ്ങൾ കടഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രവചിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. എന്നും ദൈവം നോക്കിക്കൊണ്ടിരിക്കില്ല. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘനിശ്വാസം നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും.
രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിനകത്താക്കുമെന്ന യഹോവയുടെ അരുളപ്പാട്. ശക്തിയോട് കരമടിച്ച് ആരാധിച്ച ദൈവമക്കളെ, എല്ലാവരും പാടിയേ. ലോകം എന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമില്ലാതെ ഈശനെ ഞാൻ പിൻവരും. എൻ്റെ ദേശം ഈ ഭൂവിയല്ല, അന്യനായി സാധു ഹാമിൻ ദേശം വിട്ടുപോകുന്നു. കയ്യൊന്നടിച്ചേ. എന്റെ ദേശം ഈ തരയല്ല, അന്യനായി സാധു ഹാമിൻ ദേശം വിട്ടുപോകുന്നു. മേലിലെന്നെ ചേർത്തുകൊള്ളുവാനൊരുങ്ങിത്താൻ, മേലിലെന്നെ ചേർത്തുകൊള്ളുവാനൊരുങ്ങിത്താൻ, ശോഭയേറും വാതിലുകളെനിക്കായി ഉയർത്തുന്നു. ശോഭയേറും വാതിലുകളെനിക്കായി ഉയർത്തുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. സമയം പോയി. നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചത് എന്തിനാ? നിത്യ തേജസ്സിനായി നമ്മെ വിളിച്ചിരിക്കുന്ന സർവശക്തനായ സർവകൃപാലുവായ ദൈവം നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിക്കും. 1 പത്രോസ് 5:10. തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് യോഗ്യമാവണ്ണം നടപ്പീൻ. 1 തെസ്സലോനിക്കർ 2:11. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ വീണ്ടും വിളിച്ചത്, രക്ഷയ്ക്ക് വിളിച്ചത്. 2 തെസ്സലോനിക്കർ 2:14. അതുകൊണ്ട് ക്രിസ്തുവേശുള്ള രക്ഷ നിത്യതേജസ്സോട് വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന് അവകാശികളാകുവാൻ നമ്മെ തിരഞ്ഞെടുത്തു. നമ്മെ തമ്പുരാൻ വിളിച്ചത് ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല. നീ ഇതിനു വേണ്ടി അടിച്ച് നിന്റെ ലക്ഷ്യം കളയരുത്. നിത്യതയ്ക്ക് വേണ്ടിയാ കുഞ്ഞെ. അവിടെ വാഴാനാ നോട്ടം, ലക്ഷ്യവും അവിടെ എത്തണം, അങ്ങ് ചെല്ലണം, അവിടെ എത്താൻ വേണ്ടി ഓടുക. 1 സെക്കൻഡ് കൊണ്ടെല്ലാം തീരും. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന, എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ നിർത്തും, പേടിക്കൊന്നും വേണ്ട. സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഫോട്ടോ കണ്ട് ഞെട്ടുക. സുന്ദരീ സുന്ദരന്മാരുടെ ഫോട്ടോ, 38കാരനും 48കാരിയും 52കാരിയും ഒക്കെ, 53 34കാരനും ഒക്കെ കാനഡയിൽ നിന്നും UK നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ഡെഡ് ബോഡി വന്നുകൊണ്ടിരിക്കുക അല്ലേ? ഒരു ദിവസമെങ്കിലും നീ ബലത്തോടിരിക്കുന്ന തമ്പുരാൻ്റെ കരുണയാണെന്ന് മറക്കരുത്. ദിവസം പറയുന്നത് എന്താണെന്നറിയാമോ? ജീവനും കൃപയും എനിക്ക് നൽകി യഹോവേ, നിന്റെ കടാക്ഷവൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. എനിക്ക് ഉറപ്പൊന്നുമില്ല ഈ പ്രസംഗം തീർക്കുമെന്ന്, വീട്ടിൽ ചെല്ലുമെന്നും ഉറപ്പില്ല. പിന്നെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപയാണ്. അടുത്ത കൊട്ടാരക്കര കൺവെൻഷന് വരാമെന്നും വിളിക്കണമെന്നും ഇല്ല. അതുകൊണ്ടുള്ള കാര്യം പറയുന്നത് വല്ലതും മനസ്സിലായോ? ജീവനും കൃപയും എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. പാസ്റ്റർ ബീമോനച്ചനോട് പ്രസംഗിക്കുമ്പോൾ എന്നോട് നോക്ക്, നിങ്ങൾ കാണാതെ ഒരു കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുക. ഒരു തവണ ആ കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളിയില്ലെങ്കിൽ ഞാനിവിടെ പിടഞ്ഞു വീഴും. 100 ഡോക്ടർമാർക്ക് ഇവിടെ ഉണ്ടെങ്കിലും അവർക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല. ഞാൻ വിളിച്ചു പറയാം, നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ നിന്നെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ ഹോസ്പിറ്റലിന്റെ വലിപ്പമോ കൊണ്ടല്ല ഈ രാത്രി ഇവിടെ സ്തോത്രം പറയുന്നത്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇല്ലാത്തതുകൊണ്ടാ. ഇവിടെ ഈ അഹങ്കാരം കളയാത്തതുകൊണ്ടാ. ഇതെന്താ മനസ്സിലാക്കാത്തേ? ആന്ധ്രയിൽ ഒരു പാസ്റ്റർ കല്യാണം നടത്തുക, ചെറുക്കനോട് ഉഭയസമ്മതം പറഞ്ഞു, പെണ്ണിനോട് ഉഭയസമ്മതം പറയാൻ തുടങ്ങിയും അവരുടെ മുമ്പിൽ വീണു മരിച്ചു. കണ്ടില്ലേ? കേരളത്തിൽ ഒരു അച്ഛൻ കല്യാണം നടത്തി സ്വർഗസ്നായ പിതാവെ ചൊല്ലുകയും മധുവായുടെ മുമ്പിൽ വീണു മരിച്ചു. ഒരു TV റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അടുത്ത വാചകം പറയുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു. കുറച്ച് കൂട്ടുകാരി എന്ന് ഫുഡ് വാങ്ങി ഭക്ഷണം പറയും മുമ്പ് തമാശ പറഞ്ഞുകൊണ്ടിരുന്ന് ഭക്ഷണം അവിടോട്ട് വരികയും ഒരുത്തൻ കുഴഞ്ഞ് മൂക്കൂത്തി അതി വീണ് മരിച്ചെന്ന്. കുഴഞ്ഞു വീണ് മരിക്കുക. അടുത്ത സെക്കൻഡ് നിനക്കുള്ളതല്ല, നിത്യതയാണ് വലുത്. സ്വർഗരാജ്യം യാഥാർത്ഥ്യമാണ്, അവിടെ എത്തണം. നമ്മെ ദൈവം വിളിച്ചത് അതിനു വേണ്ടിയാണ്. ഒരു തമാശയായത് കേൾക്കരുത്. എനിക്ക് അവിടെ എത്തണമെന്ന് ഉറപ്പുള്ളവർ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. നമുക്കെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. കർത്താവിനോടൊന്ന് കരഞ്ഞാട്ട്, കർത്താവേ ഇടറാ നിൽപ്പാൻ കൃപ തരണം. ഭക്തന്മാരൊക്കെ ഓട്ടം ഓടി അങ്ങെത്തി. ഞാനൊരു പാട്ടൊരുക്കി എഴുതി, അവർ ഓടി അങ്ങെത്തി, നമ്മൾ ഓടണം. ഇന്ന് രാത്രി എല്ലാ കണ്ണും അടച്ചേ, ഒരു കരം നെഞ്ചോട് ചേർത്ത് പിടി. എല്ലാം ആർക്കാണ്ട് വേണ്ടിയുള്ള പ്രസംഗമൊന്നുമല്ല, എനിക്ക് വേണ്ടിയാ. യേശുവേ എന്നൊന്ന് വിളിച്ചേ, കൈയൊന്ന് ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ. യേശുവേ എന്നെ കഴുകണമെന്ന് പറ, എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പറ. എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്കെൻ്റെ യേശുവിനെ കാണണം, എനിക്ക് നിത്യവീട്ടിൽ ചെല്ലണം. ഞാൻ ഓടിയത് അധ്വാനിച്ചത് മൃതാവാകരുത്. എൻ്റെ കർത്താവേ എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ. നിങ്ങളുടെ കൈകൾ താഴ്ത്തിയിടാം. ഈ രാത്രി എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ രാജ്യത്തിനായി എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ മാത്രം കൈ ഉയർത്തിപ്പിടിക്കൂ, മാത്രം കൈ ഉയർത്തിപ്പിടിക്കൂ. യേശുവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ അല്പായുസുള്ളവരാപ്പാ. അടുത്ത ദിവസം ഞാൻ കൊണ്ടുവന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ ഒരുക്കണമേ, നിൻ്റെ രാജ്യത്തിനായി ഒരുക്കണമേ. നിൻ്റെ ജനത്തിന്മേൽ നിൻ്റെ ശക്തി വ്യാപരിപ്പിക്കണമേ. നിൻ്റെ കരവരെ തൊടണമേ. കർത്താവ് ഒന്നിച്ച് അനുഗ്രഹിക്കണം. നിൻ്റെ കൈ തൊടുന്നോർത്ത് സ്തോത്രം, ശക്തി വ്യാപരിക്കുന്നോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. ഞാൻ 2-3 വിഷയങ്ങളോട് പ്രാർത്ഥിക്കാൻ പോവാം. ഒരു ദിവസമൊക്കെ ദൈവദാസൻ വന്നുകൊണ്ട്, മക്കൾ എന്താ പാടാൻ പോകുന്നേ? അല്ല കേട്ടില്ല. നല്ല പാട്ടാ. ഓക്കെ, നമ്മൾ പാടാൻ പോവാം. എല്ലാ കണ്ണും അടച്ചേ. അതിനു മുമ്പ് നമുക്ക് ഇത് നവംബർ മാസം 29. ഒരു മാസം കൊണ്ട് എത്ര വേഗത്തിൽ വർഷം പോയെന്നറിയാമോ? ഈ 2026 വേണ്ടി പ്ലാനും പദ്ധതിയും തയ്യാറാക്കി പലരും ഈ നവംബർ വരെ കണ്ടില്ല. നമ്മൾ എത്ര പേരുണ്ടെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ കൃപ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. മക്കളെ, കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, യേശു വരാറായി. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചുണ്ടോ? നീ കൈവിടപ്പെട്ടു പോകരുത്. കണ്ണടച്ച്, എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. മക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ തലമുറ യേശുവിന് വേണ്ടി നിൽക്കട്ടെ, യേശുവിന് വേണ്ടി നിൽക്കട്ടെ. ദുഷ്ടപിശാച് അവരെ കാണാൻ പാടില്ല. ഈ രാത്രി വരെ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും അകത്തുണ്ടെങ്കിൽ, സ്നാനം സത്യമാണെന്നറിയാം. എൻ്റെ മരണത്തിന് മുമ്പ്, കർത്താവിൻ്റെ വരവ് മുമ്പ് എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. കർത്താവിൻ്റെ അഭിഷക്തൻ പ്രാർത്ഥിക്കണമെന്ന്. രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആഗ്രഹമുണ്ട്, കൈ ഉയർത്തിപ്പിടിക്കാം. കുഞ്ഞുങ്ങളോ പ്രായമായവരോ നന്നായി കൈ ഉയർത്തിപ്പിടിച്ചാട്ട് മക്കളെ, നന്നായി. ആ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണം. നന്നായി കൈ ഉയർത്തു. സ്വർഗ്ഗം സന്തോഷിക്കുക ഇന്ന് രാത്രി. കർത്താവേ നന്നായി അങ്ങൊക്കെ കൈ ഉയർന്നു. കർത്താവേ, സ്വർഗ്ഗപിതാവേ, നിന്റെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ടായിട്ട് കഴിയാത്തതിൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. അങ്ങേ ജലത്തിൽ സാക്ഷിച്ചു വേർപാടിൻ്റെ വിശുദ്ധിയിൽ അങ്ങ് ആരുതപ്പാൻ നിന്റെ കുഞ്ഞിന് കൃപ നൽകണം. നിന്റെ കരവരെ തൊടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ നിന്ന് കൈ ഒന്ന് ഉയർത്തിയാട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ഈ നിങ്ങളെ ആർപ്പിടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. DL മൂടി ഈ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു 5.5 ആളുകൾ ഭാര്യയോട് പറഞ്ഞു. ഞാൻ തീർന്നില്ല, സമയത്ത് നിർത്തണമല്ലോ. 5.5 ആളുകൾ രക്ഷിക്കപ്പെട്ടെന്ന്. എത്ര പേരാ? അപ്പോൾ 5.5 എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്താ നിങ്ങൾക്ക് മനസ്സിലായേ? അതാ കറക്റ്റ്. 5 പ്രായമായവരും ഒരു കൊച്ചു വന്നാൽ നിങ്ങൾ പറയാൻ വന്നു. പക്ഷേ പച്ചായൻ പറഞ്ഞു 5 പിള്ളേർ, കുഞ്ഞുങ്ങളും ഒരു പ്രായമായ മനുഷ്യനും. ഒരു 70കാരൻ മാനസാന്തരപ്പെട്ട കർത്താവിന് എത്ര നാൾ കിട്ടാനാ? അതും കുഴമ്പും എണ്ണയും. ഒരു 50കാരൻ മാനസാന്തരപ്പെട്ട എത്ര കിട്ടാനാ? ഒരു 13കാരി കൈപോക്കിയാൽ, ഒരു 14കാരൻ കൈപോക്കിയാൽ മുഴു ആയുസും കർത്താവിന് വേണ്ടിയാണ്. ദൈവാത്മാവിനോട് ശക്തമായി ഹേമിക്കുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം നമ്മുടെ PIPA ക്യാമ്പ്, പത്തനാപുരം ക്യാമ്പൊക്കെ ഭയങ്കര ദൈവശക്തിയായിരുന്നു. കുവൈറ്റ്, UK ആത്മപ്രവാഹത്തിൻ്റെ ഞങ്ങളായിരുന്നു. ഞാൻ കനഡ സ്റ്റേറ്റ് കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭയൊന്നുമില്ല. ഞാൻ മുമ്പോട്ടൊന്നും വിളിച്ചില്ല. പിള്ളേരെ കൊണ്ട് പാഞ്ഞു വരിക. ഇന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ രോഗശാന്തിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കുന്നു എന്നെ സൗഖ്യമാക്കി കർത്താവ് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഷ്ടവാ, അവർ ഈ തലമുറ ഇവിടെ നിൽക്കുന്നെങ്കിൽ കൃപയാ. വലിയ അവാർഡ് കൊടുക്കണം വെച്ചാ. ഇതെല്ലാം കണ്ടിട്ട് ഈ തലമുറ നിൽക്കുന്നെങ്കിൽ പിശാച് ഇങ്ങനെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുക. എന്നോട് പരിശുദ്ധാത്മാവ് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതിനു മുമ്പ് ഞാൻ രോഗിയാണ്, എനിക്ക് ഓടിപ്പോകല്ലേ, ഞാൻ രോഗിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കടഭാരം മാറാൻ പ്രാർത്ഥിക്കണ്ട, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ആവശ്യം കര ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാരം, നിന്റെ കുഞ്ഞുങ്ങളുടെ രോഗം അടിയറിഞ്ഞുകൂടാ. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ അഴിക്കപ്പെടുന്നവന പ്രകാരം നിന്റെ അഭിഷക്തനാടിയൻ നാസറേയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച നാസറേയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. രോഗാത്മാവേ വിട്ടുമാറുക.
ദുഷ്ടാത്മാവെ വിട്ടുമാറുക, അന്ധകാര വ്യാപാരമേ വിട്ടുമാറുക. ഇപ്പോൾ വിടുതൽ വ്യാപരിക്കട്ടെ. നിന്റെ കരവരെ തൊട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈ അടിച്ച് ശക്തിയോട് സ്തോത്രം പറഞ്ഞു. മക്കളെ നിക്ക് മോനെ, നിക്ക്. നോ. 25 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും, അവരെല്ലാം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാണ്, കല്യാണം കഴിക്കാനുള്ള പിള്ളേരെല്ലാം ഈ പാട്ട് പാടുമ്പോൾ ഓടി മുമ്പോട്ട് വരണം. കർത്താവിനോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം എനിക്ക് തരിക. തള്ളക്കോഴിയുടെ പ്രത്യേകത കണ്ടിട്ടുണ്ടോ? കഴുകൻ കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ വരുമ്പോൾ അതിന് ശക്തിയില്ലെങ്കിലും അവൻ പൊങ്ങി അതിന് നേരെ കൊത്താൻ ചെല്ലും. അവൻ പറയുന്നത് എൻ്റെ കുഞ്ഞിനെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്നാ. ഇന്ന് രാത്രി നീ തൻ്റെ ഇടത്തോട് പറയണം, എൻ്റെ തലമുറയെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന്.